മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ചേരി തിരിഞ്ഞ് സൈബറിടങ്ങളിൽ നടക്കുന്ന വാക്പോര് തള്ളിക്കളയുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടിക്ക് ഒരു രീതിയുണ്ടെന്നും കെ സുധാകരനടക്കം എല്ലാ നേതാക്കളും അതുവരെ കാത്തിരിക്കണമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ തൽപരനല്ലെന്ന് KC വേണുഗോപാലും പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക് KCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് വലിയ ചർച്ചകൾ നടക്കുകയാണ്. പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ഡയറക്ഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിൽ അതിനൊരു നടപടിക്രമമുണ്ട്. റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്ന് ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചേർന്ന് അവർ ഓരോരുത്തരുടെയും അഭിപ്രായം ആരാഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് ഫൈനലായിട്ടുള്ള പേര് പ്രഖ്യാപിക്കും. അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിക്കും. അതുവരെ ആരും ഇക്കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പറയുമ്പോഴും മുതിർന്ന നേതാക്കൾ തന്നെ ചിലര് അത് ഫേക്കായിട്ടുള്ള ചില മാധ്യമ സൃഷ്ടിയുണ്ട്. എല്ലാ നേതാക്കന്മാരും മുതിർന്നവരും എല്ലാവരും ഈ കാര്യത്തിൽ കാത്തിരിക്കണം. സുധാകരന്റെ ഫേക്ക് ഐഡിയ ആണെന്ന് പറയാൻ പറ്റില്ല. അല്ല, കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ മുൻപേ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നും അല്ല ഇത്തിരി കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ. 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വാചകം ഏറ്റെടുക്കുന്നൊരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF. 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. UDFന് ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. അത് വാട്സപ്പ് നോക്കിയോ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ടോ അല്ല തീരുമാനിക്കുക. MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് വിളിക്കും. ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അതനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ല. അമിതമായ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ്. എന്തായാലും ജയിക്കുമെന്നുള്ള ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കളും ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞു. പ്രതീക്ഷ കാര്യം തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ മുഖ്യമന്ത്രി എന്നതിൽ തർക്കം തുടരുകയാണ്. അതേസമയം ചില നേതാക്കൾ പറയുന്നു ഇങ്ങനെ തർക്കത്തിന്റെ ആവശ്യമില്ല, ഇപ്പോൾ ചർച്ച വേണ്ട എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിനുള്ളിൽ ചർച്ചകൾ വേണം എന്നുള്ളത് തന്നെയാണ്. അവരവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, പ്രതീക്ഷ കാര്യമാണ് എങ്കിൽ കൂടിയും ഇതപ്പോൾ കുറച്ച് കടുപ്പത്തിൽ ആയിപ്പോയല്ലോ. കെ സുധാകരൻ എന്ത് പ്രേരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണം KCക്ക് അനുകൂലമായി നടത്തിയത്? എന്താണ് പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്?
കെ.സി. വേണുഗോപാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കെ. സുധാകരൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് വേണുഗോപാലിനെ അനുകൂലിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ വ്യാഖ്യാനം കൂടിയുണ്ട്. അത് വി.ഡി. സതീശനോടുള്ള കെ. സുധാകരൻ്റെ എതിർപ്പ് കൂടിയാണ്, വിയോജിപ്പ് കൂടിയാണ്. അത് പരോക്ഷമായി പറഞ്ഞു വെക്കുന്ന തരത്തിലാണ് കെ. സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കാരണം സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് പിന്നാലെ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ യുവ നേതാക്കൾ, അത് റോജി എം ജോണും മാത്യു കുഴൽനാടനും അതോടൊപ്പം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ചേവറും തുടങ്ങി രമ്യ ഹരിദാസ് തുടങ്ങി പ്രധാനപ്പെട്ട യുവ നേതാക്കളെല്ലാം കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഏറെക്കുറെ സമാനമായ തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളുമായി ഇന്നലെ രാത്രി രംഗത്ത് വരുന്ന അസാധാരണമായൊരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് കെ.സി. വേണുഗോപാലിനെ ഇകഴ്ത്തി കാണിക്കാൻ ബോധപൂർവമായ ഒരു നീക്കം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തുന്നു എന്നാണ് കെ.സി. പക്ഷത്തിൻ്റെ ആക്ഷേപം. അതിനെ സംഘടിതമായി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ. സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ കെ.സിയെ അനുകൂലിച്ചുകൊണ്ട് മറ്റ് യുവ നേതാക്കളടക്കം പരസ്യ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും KPCC നേതൃത്വം പൂർണ്ണമായി ഈ വാക്പോരിനെ തള്ളിക്കളയുകയാണ്. സൈബറിടങ്ങളിൽ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ചേരിതിരിഞ്ഞുള്ള വാക്പോര് നടക്കുന്നതെന്നാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ചിട്ടയായ ഒരു സംവിധാനമുണ്ട്. അത് MLA-മാരുടെ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന, പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്ന, തുടർന്ന് ഹൈക്കമാൻഡിനെ അത് അറിയിക്കുന്ന, ഹൈക്കമാൻഡിൽ നിന്ന് അന്തിമമായ ഒരു ചിത്രം തെളിയുന്ന സാധാരണ രീതിയിൽ തന്നെയായിരിക്കും ഇത്തവണയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ല UDF-ന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് തുറന്നു പറച്ചിലാണ് KPCC അധ്യക്ഷൻ അടക്കം. സതീശനെ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി ആക്കരുത് എന്നുള്ള ഒരു നിലപാടിന് പുറത്തുള്ള പ്രതികരണമായി തന്നെ കാണാമല്ലോ. ഇപ്പോൾ സുധാകരൻ ഇപ്പോൾ ഈ അവസരത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുകയും അതുവഴി മറ്റു നേതാക്കൾ, യുവ നേതാക്കൾ പിന്തുണയുമായി വരുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ എല്ലാം ടാർഗറ്റ് വി.ഡി. സതീശനാണ് എന്നുള്ള കാര്യം പ്രകടമാവുകയാണല്ലോ. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ അപസ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിരുന്നു കോൺഗ്രസിനകത്ത്. പക്ഷേ അത് പരസ്യമായ വിഴുപ്പെടുക്കലുകളായി, പരസ്യമായ വാക്പോരുകളായി വരാതിരുന്നത് കേരളത്തിലെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ വീണ്ടും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിൻ്റെ അടിവേരിളകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ മൗനം തുടർന്നത്. ആ മൗനം കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ മൗനം ഭജിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി രംഗത്തെത്തുന്നതാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. അതിൽ കൃത്യമായ ഒരു ലക്ഷ്യമായിരുന്നു. അതായത് നമുക്കറിയാം, കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ വി.ഡി. സതീശനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ കൊച്ചിയിലുണ്ടായിരുന്നു. അവർ കൃത്യമായി സതീശനെതിരെ ഒളിയമ്പുകൾ അന്ന് തന്നെ എഴുതി തുടങ്ങിയതാണ്. പക്ഷേ അവിടെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർണായകമായ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, നിലമ്പൂരിൽ PV അൻവറിനെ UDF-ന്റെ ഭാഗമാക്കേണ്ടതില്ല ഇപ്പോൾ എന്ന ഏറ്റവും പ്രസക്തിയാർജിച്ച രാഷ്ട്രീയ തീരുമാനം, അത് വലിയ വെല്ലുവിളി നിറഞ്ഞ തീരുമാനമായിരുന്നു. അങ്ങനെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയം, 3 പതിറ്റാണ്ടിനിടയിലെ വലിയ വിജയമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ക്യാമ്പ് സതീശൻ തന്നെ ആ സ്ഥാനത്തേക്ക് വരണമെന്ന് അവകാശപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിനൊരു കൂട്ടായ നേതൃത്വം വേണം. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് സിംഗിൾ ഡാൻസ് അല്ല, ഗ്രൂപ്പ് ഡാൻസ് ആണ് കളിക്കേണ്ടതെന്നാണ്. അത് കൃത്യമായൊരു സന്ദേശമായിരുന്നു എന്നാണ് അതിനെ ചെറുക്കുന്ന മറുവിഭാഗം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഈ പറയുന്ന പോലെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പോലെ ഒരു വാക്പോരൊന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. പക്ഷേ ഇതൊരു സൂചന നൽകുന്നുണ്ട്. ആ സൂചനയാണ് പറഞ്ഞത് കെ.സി. വേണുഗോപാൽ. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. പക്ഷേ ഈ കെ. സുധാകരന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ തന്റെ ചോയ്സ് രമേശ് ചെന്നിത്തല എന്ന രീതിയിലായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിലപാട് മാറ്റി KCയിലേക്ക് തിരികുകയും ചെയ്യുന്നു. അവിടെയാണ് ഏറ്റവും ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് രമേശ് ചെന്നിത്തലയെ ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ല സുധാകരൻ ചെയ്തത് രമേശ് ചെന്നിത്തലയെ
ആ സ്ഥാനത്തേക്ക് യോഗ്യൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞതിന് പിന്നാലെ സമാനമായി കെ.സി. വേണുഗോപാലിനെയും ഉയർത്തിക്കാണിക്കുന്ന അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയമായി വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യം കെ.സി. വേണുഗോപാലിനുണ്ട്. കേരളത്തിൽ നെടുനായകത്വം വഹിക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിയുമെന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലൂടെ ബോധപൂർവമായ ഒരു പരാമർശം തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് വി.ഡി. സതീശനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കിയതിന് കാരണം അതാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ പേരോ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആ പോസ്റ്റിലില്ല. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെതിരെ ഒരു ആയുധമായി കെ. സുധാകരനെ ഉപയോഗിച്ചുകൊണ്ട് മറുവിഭാഗം ഒരു ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. അതിൽ അന്തിമ വിജയം ആർക്കാകുമെന്നറിയാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മാത്രം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നേതാവിൻ്റെ മഹത്വം പദവികളിലല്ല, താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലൂടെ പാരമ്പര്യത്തിലൂടെ ആർജിച്ച നേട്ടങ്ങളാണ് എന്ന രീതിയിലുള്ള കെ. സുധാകരന്റെ പരാമർശം കെ.സി. വേണുഗോപാലിനുള്ള പിന്തുണയാണ്. അതേസമയം വി.ഡി. സതീശനെതിരെയുള്ള ഒളിയമ്പാണ് കെ. സുധാകരന്റെ വാക്കുകളിൽ വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.